ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ ഞാൻ കുറേ നാളുകൾക്ക് ശേഷം വീഡിയോ എടുക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോസ് ഇടും. നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ കോട്ടയം പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാട്ടോ ഇത്. അപ്പോൾ റോഡിലെല്ലാം നല്ല രീതിയിൽ വെള്ളമാണ് ഗൈസ്. എന്താണല്ലേ. അത് കഴിഞ്ഞ് ഞങ്ങളിരുന്നപ്പോഴെന്നല്ല, അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഒരു കള്ള് ഷാപ്പിൽ കയറിയാലോ, കുറച്ച് കള്ളൊക്കെ കഴിച്ചാലോ. കാരണം ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു 3 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളങ്ങനെ ഒരു കള്ള് ഷാപ്പിൽ കയറി. ഇപ്പോഴത്തെ ഒരു ഫാമിലി റെസ്റ്റോറൻ്റ് ആണ്, കുട്ടനാടൻ ഷാപ്പ് വിഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ പ്ലാൻ ചെയ്ത് പോയതല്ല. ഞങ്ങൾ കോട്ടയം പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ ഫുഡ് കഴിക്കാം എന്നുള്ളൊരിത് വന്നപ്പം ഇവിടെ കയറി കഴിക്കാം എന്ന് തോന്നി. അങ്ങനെ നമ്മളവിടെ എത്തിയപ്പോൾ നല്ല ആളായിരുന്നു ഗൈസ്. അവിടെ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലമില്ലായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിന്നെങ്കിലും നമുക്കത് കഴിഞ്ഞപ്പോൾ സ്ഥലം കിട്ടി. കൊള്ളാം, കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സ്പേസാണ്. പക്ഷേ നമ്മളവിടെ 5 പേരേ ഉള്ളൂ, കുഞ്ഞിനെയും കൂടെ കൂട്ടി. എന്നാലും കുഴപ്പമില്ല. അത് നമ്മൾ ചേട്ടൻ വന്ന് ചോദിച്ചു എന്താ വേണ്ടത്. അപ്പം ഞങ്ങൾ പറഞ്ഞു 2 കുപ്പി കള്ള്, 1 തലക്കറി, 2 പ്ലേറ്റ് കപ്പ, 1 പ്ലേറ്റ് പൊറോട്ട. നമ്മൾ ഇത്രയേ പറഞ്ഞുള്ളൂ കേട്ടോ. പക്ഷേ അടിപൊളി കള്ളായിരുന്നു ഗൈസ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും തള്ളാണെന്ന്, പക്ഷെ അല്ല, അടിപൊളി കള്ളാട്ടോ ഇത് മധുരക്കള്ളാണ്. പക്ഷെ ഒരു ഗ്ലാസ് കുടിക്കുമ്പോൾ തന്നെ നമുക്ക് പിന്നെയും കുടിക്കാനായിട്ട് തോന്നുന്നൊരു കള്ള് കേട്ടോ. എന്ന് കരുതി ഞാൻ കുറേ ഗ്ലാസ്സൊന്നും കഴിച്ചിട്ടില്ല. 2 ഗ്ലാസ്സേ ഞാൻ കഴിച്ചുള്ളൂ. ഗ്ലാസ് മധുരക്കള്ളല്ലേ, കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ കുറേ നേരം നമ്മുടെ കറിയും കപ്പയൊക്കെ വരാനായിട്ട് നോക്കിയിരുന്നു. പക്ഷെ അവരപ്പോഴൊന്നും കൊണ്ടുവന്നില്ല, സമയമെടുത്ത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ നമ്മുടെ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. വേറൊന്നും ചെയ്യണ്ട, നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട എനിക്ക് വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടോ. നമുക്ക് കപ്പയും കറിയും കള്ളും ഒക്കെ ആയിട്ട് നമ്മളൊരു പിടിക്കാൻ പോവുകയാണ് ഗൈസ്. കൊള്ളാട്ടോ, അടിപൊളി കറിയായിരുന്നു, നല്ല എരിവൊക്കെ ഉണ്ടായിരുന്നു. കൊള്ളാം, അത്യാവശ്യം നല്ല കറിയായിരുന്നു. അപ്പം നമ്മൾ കഴിച്ച് നോക്കിയിട്ടുള്ള എക്സ്പ്രഷൻ നിങ്ങൾ നോക്കൂ ഗൈസ്. എന്താ എൻ്റെ ഒരു എക്സ്പ്രഷൻ. ഈ കള്ള് കുടിച്ചിട്ട് അമ്മയുടെ ഒരു പാട്ടുണ്ട് കേട്ടോ ഗൈസ് ഇതിനകത്ത്. നിങ്ങളത് മറക്കാതെ ഒന്ന് കണ്ടേക്കണം. കാരണം ഈ വീഡിയോ എടുക്കാനായിട്ടും എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ അമ്മ തന്നെയാണ്. മോളെ വീഡിയോ എടുത്ത് നിങ്ങളിട് എന്ന് പറഞ്ഞ് അമ്മയും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നതിലും ചെയ്യുന്നതിലും എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതും അമ്മ തന്നെയാണ് കേട്ടോ. ഇന്ന് തന്നെയാണെങ്കിലും കള്ള് ഷാപ്പിൽ പോകാം, നമുക്ക് ഇതൊക്കെ വീഡിയോസ് എടുക്കാം, ഞാൻ പാട്ട് പാടാം, അതൊക്കെ ഇട് എന്ന് പറഞ്ഞ് അമ്മ ഇങ്ങോട്ടാണ് വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് അമ്മ ഇങ്ങോട്ടാണ്. അപ്പോൾ അതെനിക്ക് വലിയൊരു സപ്പോർട്ട് തന്നെ കേട്ടോ അമ്മ തരുന്നത്. അങ്ങനെ പിന്നെ നമ്മുടെ തലക്കറി എല്ലാം വന്നു, അതൊക്കെ നമ്മൾ കഴിച്ചു നോക്കി. കൊള്ളാം, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ അമ്മ എടുത്ത് കഴിച്ച് നോക്കി. അമ്മ അതിൻ്റെ കസിൻ സിസ്റ്ററാണ് കേട്ടോ. അപ്പോൾ അവളും കഴിച്ചിട്ട് നല്ലതാ പറയുന്നുണ്ട്. നല്ല കറിയായിരുന്നു, നല്ല പുളിയും ഉപ്പും മുളകെല്ലാം പിടിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത്. പിന്നെ അമ്മയും കഴിച്ചു നോക്കിയിട്ട് നല്ലതാ പറയുന്നുണ്ട്, എല്ലാവരും നല്ലതാ പറയുന്നുണ്ട് ഗൈസ്. ഞാൻ ഇതെല്ലാം കഴിച്ചതിന് ശേഷം അമ്മയുടെ ഒരു പാട്ടുണ്ട്, നിങ്ങളത് കേൾക്ക്. ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ. ആശയ്ക്കൊരാശയ്ക്കാൻ പെണ്ണെ കാണണമെന്നുണ്ട്, 2 മനസ്സാണ് പുന്നരമോളെ എൻ്റെ ഇണക്കിളിയേ. കുട്ടനാടൻ പാടത്ത് പെണ്ണെ കട്ടമെതിക്കാനായി പിന്നെയും കൂടി ഞാൻ ഇത്ര പാടുന്നുണ്ട്. അങ്ങനെ പാട്ടിനും ഗാനമേളയ്ക്ക് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുവാണ് ഗൈസ്. പക്ഷെ നമ്മൾ ഇറങ്ങുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു 6 മണിയൊക്കെ ആവുന്ന സമയം കേട്ടോ. അടിപൊളി ആംബിയൻസ് ആയിരുന്നു കേട്ടോ ഇവിടെ കാണാനായിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഹാപ്പിനെസ് അല്ലേ നമ്മളിങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഫാമിലി, നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുമായിട്ട് ഇങ്ങനെയൊക്കെ നടക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നടക്കുന്ന ഒരാളുമാണ് ഞാൻ. അങ്ങനെ നമ്മൾ 6 മണിയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ബീച്ചിലേക്ക് പോയി. അവിടുന്ന് നമ്മൾ മസാലപ്പൂരി കഴിച്ചു. മസാലപ്പൂരി എന്നാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് പേരറിയത്തില്ല. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പുറത്ത് വന്ന് മോമോസ് കഴിക്കാനായിട്ട് നിന്ന്. എനിക്ക് മോമോസും അവർക്ക് മസാലപ്പൂരിയാണ് പറഞ്ഞത്, എങ്കിലും ഞാൻ 2ഉം കഴിച്ചു. എൻ്റെത് ഇവരും കഴിച്ചു, അപ്പോൾ ഞാൻ കഴിച്ചതിൽ തെറ്റുണ്ടോ? ഇല്ല. അങ്ങനെ ഇതെല്ലാം ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി. അടിപൊളി കേട്ടോ. ബീഫായിരുന്നു ഞങ്ങൾ വാങ്ങിച്ചത് മോമോസിൻ്റെ.
അടിപൊളിയാണ്. അങ്ങനെ കുഞ്ഞിനും കുറച്ച് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകണമെങ്കിൽ ബോട്ട് കയറണം. അങ്ങനെ നമ്മൾ ബോട്ട് കെട്ടിലോട്ടാട്ടോ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അങ്ങനെയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ബോട്ട് കെട്ടിയിലെത്തി. ബൈ എല്ലാം പറഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ 3 പേരും ബോട്ടിൽ കയറി വീട്ടിൽ പോകുന്നു. ആദ്യം അമ്മും അവരുടെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മുടെ അടിപൊളി വീഡിയോസ് വരും. അപ്പോൾ ഓക്കെ, ബൈ.